ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ട് വലിയ വീഡിയോ ഒന്നുമില്ല കേട്ടാ. പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണമെന്നില്ല, കാരണം വീഡിയോ എടുക്കാൻ തക്കതായിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയും ചെയ്യില്ലേ. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതല്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ചിലപ്പോൾ വണ്ടിയിൽ ഗ്രൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. ഞാനും അനുവാദിയും ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആദി അനുവിടെ അനുവിനോടെ ലിപ്സ്റ്റിക് എല്ലാം നല്ലോണം ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് എന്ന് പറയാ, ലിപ്സ്റ്റിക് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കമോൺ, എന്റെ ദൈവം, ഇതെന്തെന്ന് കോലോ, എന്ത് കോലം ഇത് കാണുമ്പോ പേടിയാവുന്നല്ല. മാലയിട്ടില്ലേ അവള്? മാലയിട്. കുറച്ച് മായിച്ചു. എനിക്കും ഉണ്ട്, എന്നാലും നമ്മ ആദ്യം റെഡിയായി. കാരണം 3 പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനാണ് സമയം കൂടുതൽ വേണ്ടത്. അജയേട്ടൻ അതുകൊണ്ട് നമ്മൾ റെഡിയായതിനു ശേഷം അന്ന് കുളിക്കാൻ പോയത്. കുളിച്ചിട്ട് വന്നതേയില്ലോ. അവർക്ക് പിന്നെ വലിയ മെനക്കേടൊന്നുമില്ലല്ലോ, നമുക്കാണ് മെനക്കേട്. ഞാൻ പിന്നെയും വേഗാവും. ഇതെല്ലാം ലെവലാക്കണ്ടേ. ഓക്കെ. എന്നാലും ഇങ്ങനെ ഫുള്ള് എന്തെന്ന് പറയല് വീങ്ങി അണക്കിണ്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ പറയണം കേട്ടാ. ദേഷ്യം കുറഞ്ഞു. ലിപ്സ്റ്റിക് കുറക്കണം. വേണ്ടാ, ഇതെല്ലാം എടുത്ത്. ഇത് ക്യാമറേന്റെ മുമ്പിൽ ഇത്രയും കളിക്കുന്നത്. നേരം അവര് ക്യാമറ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത്രയും ഇരട്ടകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, വെറും പരട്ടകളാണ്. ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു വീഡിയോ നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ഒരു സ്കേറ്റിംഗ് ഷൂ വെച്ചിട്ട് ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത്. കുറേ നാള് ചെയ്ത് കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്തത് അപ്പൊ നിങ്ങള് മുന്നേൽ ഇവര് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിന്, സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടുണ്ടായിന്. പിന്നെ ഇടയിൽ യൂസ് ചെയ്യാണ്ട് അവർക്ക് ആ ഒരു നാക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ആ മാളില് പോകുമ്പോ നമുക്ക് കൊറേ ഹാർഡായിരുന്നു അത് ഓടിക്കാൻ. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഉച്ചക്ക് ചോറുണ്ണുമ്പോ പിന്നെ ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ചോറുണ്ണുമ്പോ ആയാലും കളിക്കുമ്പോ ആയാലും എല്ലാം ഈ സ്കേറ്റിംഗ് ഷൂവും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടുണ്ടായത്. ആദ്യം പില്ലോ എല്ലാം വയറ്റിന് കെട്ടിയിട്ട് വെച്ചിന് കേട്ടാ. കുത്തിട്ട് വീണ് കഴിഞ്ഞാല് സേഫ്റ്റി പ്രിക്കോഷൻ എല്ലാം എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്, അമ്മേനെ പോലെ. പിന്നെ ബാക്കിലും മുന്നിലും ഒരു ഷാള് വെച്ചിട്ട് കെട്ടിയിട്ട്. പിന്നെ അതിന് ശേഷം സെറ്റായി. അന്നേരം പിന്നെ വിചാരിച്ച പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനിയിപ്പോ അത്ര വീട്ടിലത്തെ ഫ്ലോർ പോലെ ഇരിക്കൂലല്ലോ. പക്ഷെ ഇവിടുന്ന് ചെറിയൊരു കട്ടിങ് വരുമ്പോ അവർക്കൊരു പേടിയുണ്ട്. പക്ഷെ ടൈൽസിന്റെ ഇങ്ങനെ ജോയിന്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ ഒരു കിടുകിടാവുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അങ്ങനെ അത് ഇപ്പോഴേ ഇട്ടോ, ചെരുപ്പെല്ലാം ഇട്ട് റെഡി ആയിരുന്നു. അങ്ങനത്തെ സംഭവമാണ് കേട്ടാ. എന്തായാലും ഞാൻ ബാക്കിയുള്ളതെല്ലാം പിന്നെ വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഐശ്വര്യമായിട്ട് ചായയെല്ലാം കുടിച്ച് തുടങ്ങാൻ പറഞ്ഞിട്ട് ചായയും പഴംപൊരിയെല്ലാം മേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത്. കഴിച്ചുകൊണ്ട് പോകുന്നതേ, മേടിച്ച് കയ്യിൽ വെക്കുന്നതല്ല, കഴിച്ചുകൊണ്ട് പോയി. നേരെ ആദ്യം ഒയാസിസ് മാളിലേക്ക് പോകാൻ വിചാരിച്ചു. പിന്നെ അവിടെ പുറത്ത് നല്ല തിരക്ക് കണ്ടിട്ട് ഇവർക്ക് ഈ സ്കേറ്റിംഗ് ഷൂ വെച്ചിട്ട് ഒന്ന് റൗണ്ട് അടിക്കണമല്ലോ. അന്നേരം പിന്നെ ഷാർജ സെൻറ്ററിൽ മോൾ ഭാഗത്തൊന്നും അധികം ഷോപ്സ് ഒന്നും വരാത്തതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിരിക്കും. താഴെ അങ്ങനെ വലിയ ക്രൗഡായിട്ടുള്ള പ്ലേസ് അല്ല കേട്ടാ. പിന്നെ അങ്ങനെ നേരെ നമ്മൾ അധികം ലുലുവിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാൻ വരില്ല. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് എല്ലാം സാധനം എല്ലാം വാങ്ങിച്ചിട്ട് വരാൻ പറ്റുമേ. പാർക്കിംഗ് ആയാലും അങ്ങനെ ഒന്നും വലിയ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പൊതുവേൽ. എന്നിട്ട് അങ്ങനെ മുകളിലോട്ട് കയറി അനുവാദ്യം തുടങ്ങി. ആദ്യം തന്നെ മുകളിലേക്ക് തന്നെ കേട്ടാ പോയിനി. അതാവുമ്പം പിന്നെ താഴെ ഇറങ്ങി വീണ്ടും ഒന്നാമത് ലിഫ്റ്റിൽ പോകണം. മറ്റേ എസ്കലേറ്ററിലെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പാവും. ടയർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നതുകൊണ്ട് ലിഫ്റ്റിൽ തന്നെ നേരെ മുകളിലത്തെ ഫ്ലോറിൽ പോയി. കണ്ട ചെറുതായിട്ട് ഒരു ഇതെല്ലാം ഉണ്ടേ. വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ചെറുതാക്കണ്ട അടുത്താളും വീണു. അങ്ങനെ വീണെല്ലാം ഉണ്ട് ചെറുതായിട്ട് കേട്ടാ. പിന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അതിലേ അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് നിന്നുവേ.
അവിടെ ഇപ്പൊ ഷോപ്പെല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഫുഡ് കോർട്ട് ഇപ്പൊ അത്രയായിട്ട് കുറച്ച് നാളായിട്ട് ഫുഡ് കോർട്ടിൽ ഓപ്പൺ ആയിട്ടേ. പിന്നെ ഇപ്പം പുതിയത് വരുന്നുണ്ട്. ദോശ, അങ്ങനെ ദോശ റിലേറ്റഡ് ആയിട്ട് ഏതോ റെസ്റ്റോറന്റ് വരുന്നുണ്ട്. അവിടെ പോസ്റ്റർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. SFC വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, സംഭവം വരുന്നുണ്ടേ. പിന്നെ കുട്ടികളെ പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടാ. പിന്നെ അങ്ങനെ റൗണ്ട് അടിച്ച് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട്. മുകളിലാണെങ്കിൽ രാവിലെ ഒന്നും അവിടെ വേറെ എക്സ്ട്രാ ലൈറ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ്. ഇതിപ്പോ ഇത് കുറച്ചും കൂടി ഡിമ്മായിട്ട് തോന്നും. ഞാൻ പറഞ്ഞെ ദോശ ഉണ്ടെന്ന്. ദോശേന്റെ ഷോപ്പ് ഉണ്ട്, അതിന്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, അവിടെ ഒട്ടിച്ചിട്ടുണ്ടേ. ഓപ്പണിംഗ് സൂൺ എന്നല്ല, വെയിറ്റിംഗ്. അന്നേരം ലൈറ്റൊക്കെ സൺലൈറ്റാണ് വരുന്നത്. ഇതിപ്പോ ഇച്ചിരി ഡിമ്മാണ്, കാരണം വൈകുന്നേരം ആയതുകൊണ്ട്. ഉച്ച ആ സമയത്ത് രാവിലെ ഉച്ചക്കെല്ലാം നല്ല ബ്രൈറ്റ് ആയിരിക്കും കേട്ടാ. എനിക്കൊന്ന് ഇത് വീഡിയോയിൽ കുറച്ചും കൂടിയും ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, നേരിട്ട് അത്ര ബ്രൈറ്റ് ആയിട്ടില്ല കേട്ടാ. പിന്നെ ഇതിന്റെ വേറൊരു പോർഷനിലൂടെ അനുവേഗം അതിന്റെ അകത്തേക്ക് കയറിയേ. അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലായിട്ട് അവിടെ വേറൊരു മീൻസ് ഡയറക്റ്റ് ഇങ്ങനെ ലിങ്ക് വരുന്നില്ല, കണ്ട രണ്ടാളും അപ്പുറവും ഇപ്പുറവും ഉള്ളതുപോലെ, ഒരു പുഴേന്റെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പോലെ അവിടുന്ന് രണ്ടാളും നോക്കി നിൽക്കേനെ. ഇങ്ങനെയുള്ള ഓരോരോ വട്ടുണ്ട് കേട്ടോ അനുവിന് അധികം. ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതേ ഇല്ലുവേ. അപ്പോഴേക്കന്നെ അനുവിനും എടുത്തു. അനു ഒരു കുഞ്ഞു മടിച്ചിയാണ് കേട്ടാ. വിചാരിക്കുന്ന കണക്കല്ലേ. ആദ്യം പിന്നെയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യും. അനുവിന് പെട്ടെന്ന് മടി പിടിക്കും. അന്നേരം അനു പറയുന്നത് വേണ്ട, അതിന്റെ ടയറങ്ങ് റിമൂവ് ചെയ്ത് ഞാൻ നടന്നോളാം, എനിക്ക് ഷൂ മാത്രം മതി. ഞാൻ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തെ ഞാൻ പറഞ്ഞ് വണ്ടി കയറുമ്പോൾ ഞാൻ വേഗം പോയിട്ട് എക്സ്ട്രാ ഒരു ചപ്പൽ എടുത്തിട്ട് വെക്കാൻ പറയുമ്പോൾ വേണ്ട കുഴപ്പമില്ല അതെല്ലാം പറഞ്ഞതാണേ. ലാസ്റ്റ് അവിടെ എത്തിയിട്ട് പിന്നെ മടിയായി അവർക്ക്. പിന്നെ താഴോട്ട് ഇറങ്ങി അവര് വേഗം ഒരു ബെഞ്ച് കണ്ടിട്ട് അതിലിരുന്നുവേ. ഞാൻ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നേരെ ആറാമ്പി, മുമ്പ് തന്നെ ആറാമ്പി കയറിയത് വെറുതെ വാങ്ങിക്കാനൊന്നല്ല, വെറുതെ നോക്കാൻ വേണ്ടി. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി, പിള്ളേർതാണേ. ഒരു വിധത്തിൽ ഞാൻ വിചാരിച്ചു ഭാഗ്യം തന്നെ അനുവാദ്യം കയറാത്തത്, കാരണം അനുവാദിക്ക് ഇങ്ങനത്തെ നല്ലൊരു ക്രേസ് ആണ്. എന്നാ യൂസ് ചെയ്യും അത് ഇല്ലൂല കേട്ടോ. 2 ദിവസം എടുത്തിട്ട് പിന്നെ അവിടെ മൂലക്ക് ഇടുവേ. അത് കാണുമ്പോൾ ദേഷ്യം വരും. അന്നേരം പിന്നെ അനുവാദം അവിടെ ഇരുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നോക്കി, വെറുതെ നോക്കുന്നു. ഞാൻ അധികം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറാമ്പിയിൽ കയറിയിട്ട് ഒന്ന് ഇറങ്ങുന്ന ഒരാളാണ്, വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ അനുവിനെ അധികം കാർഗോ പാന്റ്, ആ ഒരു ടൈപ്പ് പാന്റ് വാങ്ങിക്കണമെന്നുണ്ട്. ഞാൻ പിന്നെ ഓരോന്നിന്റെ പ്രൈസ് എല്ലാം നോക്കി. പക്ഷെ അവരെയും കൂട്ടിയിട്ട് വരണം, നമുക്ക് മോഡൽ നോക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ ടയർ വെച്ച് ഉരുട്ടിയിട്ട് വരുമ്പോൾ അവർക്ക് തന്നെ പിന്നെ ആടെ തട്ടി ഈടെ തട്ടി. എനിക്ക് പിന്നെ മടിയായി, വേറെ ദിവസം നോക്കാന്ന് വിചാരിച്ചു. ഞാൻ മാത്രം ഇങ്ങനെ കയറി ഒന്ന് ഇറങ്ങി കളക്ഷൻസ് എല്ലാം നോക്കിയിട്ട് കേട്ടാ. എനിക്ക് എന്റെ സെക്ഷൻ അല്ലെങ്കിൽ ലേഡീസ് സെക്ഷനിലേക്ക് പോകുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടം എന്നറിയാം പിള്ളേരുടെ സെക്ഷനിലേക്കാണേ. പെണ്ണുഞ്ഞാള് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു ഡ്രസ്സിൻ്റെതായാലും ആക്സറീസിന്റെ കാര്യത്തിലായാലും എല്ലായിടത്തിലും ഒരു ക്യൂട്ട്നെസ് ഇല്ലേ. അല്ല ആൺകുഞ്ഞുങ്ങൾക്കും ഇല്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടി വെറൈറ്റി കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കാന്ന് തോന്നിയില്ലത്. അന്നേരം ഞാൻ ആ സൈഡിൽ തന്നെ ഒന്ന് റൗണ്ട് അടിച്ചു കേട്ടോ, കുറേ സമയം ആടെ റൗണ്ട് അടിച്ചു. ഞാൻ പിന്നെ ചോദിച്ചാൽ എന്തായാലും കയറിയതല്ലേ, ഫുള്ളൊന്ന് വലം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് നേരെ ബാക്കിയുള്ള കളക്ഷൻസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തുവേ. ഞാൻ ഇതെല്ലാം ഈ സെക്ഷനിലും കാണുമ്പോണ് കേട്ടോ പെണ്ണുകുഞ്ഞുങ്ങളാകുമ്പോ ഒരു ഇത് മനസ്സിലാക്കുന്നത്. കാരണം കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്യാലോ. പക്ഷെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിക്കാണ്ട് ഇറങ്ങിയേ.
പിന്നെ ഇവിടെ ആദ്യം അനുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആദ്യം കുറച്ചും കൂടി ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ റെഡി ആവുന്ന അല്ലെങ്കിൽ ഒരുങ്ങി നടക്കുന്നതെല്ലാം കുറച്ച് അങ്ങനെ ഒരു കുറച്ച് താല്പര്യം കൂടുതലാണ്. പക്ഷെ അനു അങ്ങനെയൊന്നല്ലേ. അനു ആദ്യം ഇപ്പൊ ഇൻട്രോയിൽ കണ്ടിട്ടില്ലേ ലിപ്സ്റ്റിക്കിലൂടെ. പക്ഷെ അവള് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് വൈപ്പ് ചെയ്തിട്ട് കളയും. അവൾക്ക് അങ്ങനെ ഒരുങ്ങി നടക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. പക്ഷെ ആദ്യമൊക്കെ അങ്ങനെയല്ല കേട്ടോ. ആദ്യം ഐലൈനർ ഇടുന്നതാണെങ്കിലും മാച്ചിങ് ഹെയർ ബാൻഡ് ഇടുന്നതാണെങ്കിലും എല്ലാം അവളെ കാര്യം അവള് നന്നായിട്ട് അവൾക്കതൊരു ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിനും ഒരു ഇഷ്ടം വേണമല്ലോ. പക്ഷെ അനുവിന് അത്ര അത് വലിയ ത്രില്ലോട് കൂടിയിട്ട് ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് രണ്ടാളും ഉണ്ടെങ്കിൽ ഓരോരോ സമയത്ത് ഫോട്ടോയിൽ ഒരാൾ നന്നായിട്ട് ബ്രൈറ്റ് ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ടുണ്ടാവും. എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഇടൂല കേട്ടാ എപ്പോഴെങ്കിലും. പക്ഷെ അനു അതിനൊന്നും നിൽക്കുകയൊന്നും ചെയ്യില്ല. അനുവിന് അങ്ങനത്തെ ഒന്നുമില്ല. എന്നാട് അത് വൈപ്പ് ചെയ്ത് ഇടും ചിലപ്പേ. പക്ഷെ വണ്ടി കയറിയ ഉടനെ അത് വൈപ്പ് ചെയ്തിട്ടേക്കും. ഇപ്പം കണ്ട അപ്പൊ ആദ്യന്റെ ലിപ്പും മനുവിന്റെ ലിപ്പും കണ്ട ആ ലിപ്പിന്റെ നാടും വായിച്ചു കളഞ്ഞു. അന്നേരം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ അവര് നോക്കിയിട്ട് അച്ഛനോട് പറയുന്നു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അത് ഞാനൊന്നും വായിച്ചിട്ടില്ല പറഞ്ഞില്ല. സന്തോഷം. കാരണം എന്താ ഞാൻ ഈ ആറാമ്പി കയറുന്നത് പൊതുവേലേ എനക്ക് എന്റെ കാര്യങ്ങള് മീൻസ് ഞാൻ അധികവും എന്റെ ഡ്രസ്സ് അധികം വാങ്ങിക്കൽ ആറാമ്പിന്നായിരിക്കും. അന്നേരം ടീഷർട്ടെല്ലാം വാങ്ങിക്കുന്നത്. അന്നേരം ഇവർക്കറിയാം ആറാമ്പി കയറി കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും എടുക്കുന്നില്ലത്. പക്ഷെ എടുക്കാത്തത് കാണുമ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ അവിടെ കുറച്ച് സമയം അവർക്ക് എണീക്കാൻ തന്നെ മടിയേ. കണ്ട എന്നോട് പറഞ്ഞു ടയർ ഉരുത്താൻ. ഞാൻ പറഞ്ഞു ഇല്ലേ ഇല്ല ടയർ ഉരുത്തരിയില്ല. കാരണം ആ ടയർ അയക്കാനും അതൊന്ന് ഒരു ടയർ മുമ്പത്തെ ടയർ രണ്ടെണ്ണം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടയറാണ്. ബാക്കത്തെ ടയർ നമ്മൾ അത് പ്രസ് ചെയ്തിട്ട് അതിനൊരു എന്തെന്ന് പറയല ഒരു ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സാധനം. അത് ക്ലോസ് ചെയ്യണം കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞു പറ്റേയില്ല അങ്ങ് അത് പോണം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം അവരോട് ഇത് നിന്നിട്ടില്ല. കണ്ട ഹനുവിന്റെ മുഖം കണ്ടപ്പോ എന്നെ എക്സ്ക്യൂസ് പറയുന്ന എന്നോട് ഇങ്ങനെ കലാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണേ. അങ്ങനെ അധികം സാധനമൊന്നും മേടിക്കാനില്ല. എന്നാലും മെല്ലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ആദ്യം എൻ്റെ കയറിയത് സോപ്പിൻ്റെ സെക്ഷനാണേ. എനിക്കൊരു സോപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിനി. അവിടെ ഈ സോപ്പ് ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പാണ് കേട്ടോ. റേറ്റും നല്ലതുണ്ട്. അതിൻ്റെ പുറത്ത് കണ്ട ലേഡി ബഗ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ പാക്കിങ് തന്നെ. അന്നേരം അനു ഓരോരോ വെറൈറ്റി ആയിട്ട് എടുത്തിട്ട് മണപ്പിച്ച് നോക്കിയിരുന്നു കേട്ടോ. നമ്മളിപ്പം പണ്ട് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ കണക്കാണേ ഈ സോപ്പ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ലേഡി ബഗ് ഫ്രീ. അടിപൊളി ഉണ്ടല്ലേ. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് തിരിച്ചും മറിച്ചും നോക്കി മണപ്പിച്ച് നോക്കി അവസാനം ഞാൻ എൻ്റെ ഫേവറേറ്റ് സോപ്പിലെത്തിയിട്ടാ. ഏതാണെന്ന് അറിയാം? ചന്ദ്രിക. എനിക്ക് ഈ ചന്ദ്രിക മെഡിമിക്സ് സാൻഡിൽ ഇങ്ങനെയുള്ള സോപ്പെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പെട്ടെന്ന് തേഞ്ഞ് പോവും. എന്നാലും അതിൻ്റെ സ്മെല്ല് വല്ലാതെ സ്മെല്ലല്ലേ. എനിക്ക് വേറെ ഒന്നും കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കേട്ടാ. പിന്നെ അനുവിനെ അതീനെയാ ചേട്ടനെ കാണുന്നുണ്ടായിട്ടില്ല. പിന്നെ നോക്കുന്ന സമയത്തുണ്ട് എനിക്കറിയാം സ്റ്റേഷനറീസിന്റെ സെക്ഷനിൽ തന്നെ ഉണ്ടാവുന്ന. പോയി കഴിഞ്ഞാൽ അവര് പെന്നാണ് മുമ്പ്. ഇപ്പം ഹയറിലെത്തിയോട് കൂടിയിട്ട് പെന്നിലേക്ക് മാറിയല്ല. പെൻസിലാവുമ്പോ അല്ലെങ്കിൽ ലെഡ് പെൻസിലിന്റെ വെറൈറ്റി ആയിരുന്നു. ഇപ്പം പിന്നെ പെന്നായി. അന്നേരം ആടുന്നുണ്ട് കുറുമി കുറുമി എന്നെല്ലാം പറയുന്നു. ഞാൻ ഇതെന്താ സാധനം. അന്നേരം എനിക്ക് കാണിച്ചിരുന്നു കുറോമിയാന്ന്. പിന്നെ കുറോമി പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടാ. ഇത് കേൾക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന പേരൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും എന്നെ ഒന്നും പറയരുത്. കാരണം 90s കിഡ്സ് ആണ് കൂട്ടുകാരെ കുറച്ച് പ്രായമായി. അന്നേരം പിന്നെ അതുകൊണ്ട് കുറോമി എന്നുള്ളത് എനിക്ക് അറിയുന്നതാണ്. ഞാൻ കുറുമി കഴിക്കുമ്പോൾ പറഞ്ഞു അല്ല ഇത് കുറോമിയാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇവരിൽ ഏടുന്ന ഇതിൽ പഠിക്കുന്നില്ല. പിന്നെ അവസാനം നോക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ ബുക്കിൻ്റെതായാലും എല്ലാം കണ്ട ഇതാണ് കുറോമി. ഇത് കുറോമി തന്നെ അല്ല മീൻസ് പ്രൊനൗൺസിയേഷൻ അതന്നെ തോന്നേ. പിന്നെ കുറേ ഉണ്ട് ട്ടാ കുറോമി തന്നെ. ഇപ്പം വിപണി കീഴടക്കുന്നത് കുറോമീന്റെ സംഭവങ്ങളാണെന്ന് പറയില്ലേ. എല്ലാ വെറൈറ്റിയിലും കുറോമി ഉണ്ട്. പെന്നിൻ്റെതായാലും ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആയാലും. അതെന്തോ സ്റ്റിക്കേഴ്സിന്റെ സൈഡ് അനുവാദം കണ്ടിട്ടില്ല. ഈ പെന്നിന്റെ ത്രില്ലിൽ തന്നെ അങ്ങനെ പോയിട്ടാ. പിന്നെ കുറച്ച് പാവകളിൽ ഇങ്ങനെ ഇതാ നോക്കുള്ളൂ. അതെന്തോ വേറെന്തോ ഒരു ഒരു ട്രെൻഡിങ് ഉള്ളതെന്ന് പറയില്ലേ. അതുപോലെ എന്തല്ലോ കുറേ പാവകൾ. അതിന്റെ മൂക്ക് അങ്ങനെയാണോ അത് പൊട്ടിയതാന്ന് പറയില്ല. ഞാൻ പിന്നെ നാടനെ വെച്ചേ. അങ്ങനെ പിന്നെ ഫുള്ള് ആ ഒരു ആ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് അനുവാദ്യം വരില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അനുവിനെ അതിനെയും കൂട്ടി ചെല്ലുന്നിടത്ത് അധികം വെറൈറ്റി ഉണ്ടാവരുതേ പ്രാർത്ഥിക്കും. കാരണം 2 3 ആണെങ്കിൽ പെട്ടെന്ന് ഇവര് സെലക്ട് ചെയ്യും. ഒരു 10 15 ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആദ്യം ഒന്ന് എടുക്കും. പിന്നെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറയും ഇല്ല ഞാൻ ഇത് മാറ്റിയിട്ട് വേറെ എടുക്കുന്നു പറയും. അങ്ങനെയാണ് അനുവിനെ അധികം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും എപ്പോഴും. എന്നിട്ട് ഞാൻ വിചാരിക്കും 2 മാത്രം അല്ലെങ്കിൽ 3 മാത്രമേ ഉണ്ടായിക്കൂടൂ. അതാവുമ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുമല്ല. പിന്നെ കുഞ്ഞളെ ഇടുന്നു. ഞാൻ പിന്നെ കുഞ്ഞളെ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് എല്ലാം ഒന്ന് പോയി എല്ലാം ഫുള്ള് നോക്കി.
പിന്നെ നമ്മളെ ഫേവറേറ്റ് പെണ്ണുങ്ങൾ ഫേവറേറ്റ് എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ഇങ്ങനത്തെല്ലാം നോക്കി നടക്കാൻ നല്ല ഇഷ്ടമാണേ. കുറേ ഉണ്ടായിന് കേട്ടോ ഞാൻ മീൻസ് എന്തെന്ന് പറയല് എത്ര ഉണ്ടായാലും ഉണ്ടല്ലോ ആ കാണുമ്പോൾ ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയേ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു തലേന്ന് നമ്മൾ പോയിട്ടുണ്ടായിന്. തലേന്ന് ഈ പറഞ്ഞ കണക്ക് സിറ്റി സെന്ററിലേക്ക് പോയിട്ടുണ്ടായി. എന്നാൽ പിന്നെ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ആക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതാണ് രാത്രിത്തെ ഷാർജ ഷാർജ സെൻട്രൽ ഉണ്ടോ? ഷാർജ സെൻട്രൽ എന്നാണ് പേര്. അതിൻ്റെ അകത്ത് ലുലുവെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ നേരെ സിറ്റി സെന്ററിൽ പോയൊരു വീഡിയോ. ഇത് എനിക്ക് തോന്നുന്നു അൽസാഹിയാന്ന് തോന്നുന്നു. എനിക്ക് ഏത് സിറ്റി സെന്റർ ഞാൻ അടുപ്പിച്ച് 2, 3 ആ ഒരു ദിവസം 2, 3 സിറ്റി സെന്ററിൽ പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് അൽസാഹിയാണെന്നാണ് തോന്നുന്നത്. 2, 3 2 എണ്ണം. ഒന്ന് അജ്മാനിലും പോയിട്ടുണ്ടായിന്, ഒന്ന് അൽസാഹിയിലും പോയിട്ടുണ്ടായിന്. അന്നേരം അങ്ങനെ കണ്ട ഞാൻ നേരെ കയറിയത് നേരെ ഡ്രസ്സിന്റെ സെക്ഷൻ. എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ടീഷർട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതാണേ. പക്ഷെ ആടെ എത്തിയിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ടീഷർട്ട് എടുക്കുന്നതിന് പകരം ഇതുപോലത്തെ ഡ്രസ്സ് എടുക്ക് എന്ന് പറഞ്ഞു. ആ ഭംഗിയുണ്ട്. കുറേ ഞാൻ എപ്പോഴും ടീഷർട്ടാണ് കേട്ടാ. അന്നേരം ഡ്രസ്സ് എടുക്കുന്നു പറഞ്ഞിട്ട് ഞാനത് നോക്കുമ്പോൾ അതിന് സ്ലീവ്ലെസ് ഇല്ല. സ്ലീവ്ലെസ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അതിൻ്റെ ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്യാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂസ് ചെയ്യാനേ പറ്റൂല. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എത്തിയ അവസാനം ഞാൻ ഈ ഷർട്ടിന്റെ സെക്ഷനിൽ എത്തി. പക്ഷെ എന്തോ അവിടെ എന്തോ വലിയ എന്തോ സെയിൽ നടക്കുന്നുണ്ടായിന്. അതുകൊണ്ട് ആൾക്കാരുണ്ട്, ബഹളവും ഉണ്ട്, കളക്ഷൻസ് കുറഞ്ഞ് അത് ആൾക്കാരെടുത്ത് കളക്ഷൻസ് കുറഞ്ഞതാണെന്നും അറിയില്ല. ഭംഗിയിലെ ഡ്രസ്സ് ഓരോന്നുണ്ട്. പക്ഷെ എന്നാലും അത്ര ഒരു ആം, എനക്കെന്തോ അത്ര തൃപ്തിയാവാത്ത ഒരു രീതിയിലായിപ്പോയി. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ആടെയെല്ലാം ഒന്ന് റൗണ്ട് അടിച്ചു വിട്ടാ. എൻ്റെ സ്ഥിരം ഒരു റൗണ്ട് അടിക്കലടിച്ചേ. കണ്ട അങ്ങനെ ഭംഗിയുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല. ചിലപ്പം എന്താ പറയുക ഇഷ്ടപ്പെടൂല. തടിയന്മാർക്കുള്ള സൈസെല്ലാം വളരെ കുറവാണ് ഗൈസ്. തടിയന്മാർക്കിടെ ജീവിക്കണ്ടേ അല്ലേ? ഞാൻ വിചാരിക്കേ തടിയന്മാർക്ക് മാത്രമല്ല എന്തെങ്കിലും ഷോപ്പ്. ഇപ്പോൾ അറബിയാണെങ്കിൽ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഫ്രീ സൈസ് അങ്ങനെയുള്ളൊരു ഷോപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഉണ്ടോ അറിയില്ല കേട്ടാ. അല്ല എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. എല്ലാം എന്താ കണ്ട ഇതെല്ലാം കുറച്ചും ഇച്ചിരി വലുതാണ്. പക്ഷെ നൈസായിട്ടുള്ള തുണിയാണേ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുന്ന ടൈപ്പ് ഡ്രസ്സ് പറഞ്ഞാൽ എന്തെല്ലോ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും എനിക്കെന്തെല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത്. പിന്നെ അങ്ങനെ പിന്നെ അവിടുന്ന് മെല്ലെ ഫുള്ള് റൗണ്ട് അടിച്ച് വേറെ സെക്ഷനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കളർ കോമ്പിനേഷൻ ആയാലും അതിന്റെ വർക്ക് ആയാലും ഡിസൈൻ ആയാലും നല്ല ഇഷ്ടമായി കേട്ടാ. പക്ഷെ കഴുത്ത് കുറച്ച് വൈഡ് ആയതുകൊണ്ട് അത് ഞാൻ പിന്നെ എടുത്തിട്ടില്ലേ. ഇട്ട് കഴിഞ്ഞാലും എനിക്കത് ബോറായിരിക്കും എന്ന് തോന്നി. അങ്ങനെ എല്ലാം ഫുള്ള് നോക്കി അതിന്റെ പ്രൈസ് ടാഗും എല്ലാം നോക്കി സൈസും എല്ലാം നോക്കി അവസാനം നിരാശയോടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അന്നേരം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി. അപ്പോഴേക്കും അനുവാദിക്കും. എൻ്റെ അമ്മേ കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ പിന്നെ മടുക്കും. പിന്നെ പറയാൻ തുടങ്ങി എനിക്ക് കാലുവേദന എടുക്കുന്നത്. ഒരാളുണ്ടല്ലോ ഇങ്ങനെ മുടന്തി നടക്കാൻ തുടങ്ങി. എനിക്ക് കാലുവേദന എടുക്കുന്നത് അല്ല അടവാന്നേ. അത് അവസാനത്തെ അടവ് നമ്മൾ പറയില്ല, 18ാം അടവ് പറയില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകാനല്ലേ. വീട്ടിലെന്നൊക്കെ അറിയൊന്നും വേണ്ട. വീട്ടിലേക്ക് പോകണമെന്നില്ല, വണ്ടിയിൽ ഇരുന്നാൽ മതി. അവർക്ക് നടക്കാനല്ലേ വലിയ വിനയാണ്. അന്നേരം 18ാം അടവ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ മുടന്തി നടക്കാൻ തുടങ്ങി. കണ്ടാ മുഖമെല്ലാം അതിൽ പറ്റൂല എന്ന് പറയുന്നത് എന്നോട്. അവസാനം ഞാൻ പറഞ്ഞു എടിയോപ്പാ ഞാൻ സ്പ്ലാഷിലോ വേറെ എവിടെയോ കയറാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ അല്ല ആദ്യം ഞാൻ കയറിയ സ്പ്ലാഷിലോ അങ്ങനെ എന്തോ. പിന്നെ ആറാംബിയിലാറ്റം തപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേറെ ഏതൊരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പ് കയറുന്ന സമയത്ത് എന്റെ പ്രതീക്ഷയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. അനുവാദം അവിടെ ഹീലിൽ ഇരിപ്പില്ല. ഇവർക്ക് ഇതെല്ലാം വലിയ ക്രൈസ് ആണ് കേട്ടോ. അന്നേരം അവളെ കാലുവേദനയെല്ലാം പോയി. ഇപ്പൊ ഒരു ഷൂ കുറച്ച് വലിയൊരു ഷൂ ഇട്ടതുകൊണ്ട് അത് ആ ഷൂട്ടിൽ നടക്കാൻ പറ്റുന്നില്ല പറയുന്നതാണ്. അവരാണ് ഹീലിൽ ഇരിപ്പുണ്ട്. പിന്നെ ആടുന്ന അനുനിയാദിക്കെല്ലാം കിട്ടിയിട്ടാ ഡ്രസ്സ്. പിന്നെ അവസാനം പോയി. ഞാൻ ഈ പറഞ്ഞ കണക്ക് പട്ടി ചന്തക്ക് പോയ പോലെ ഞാൻ അതുപോലെ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി. അന്നേരം ഓക്കെ നമുക്ക് തിരിച്ച് പോവാന്നുള്ളൊരു സന്തോഷത്തിൽ കണ്ടാ ഇപ്പൊ നല്ല ഹാപ്പി. ഇപ്പൊ അവർ കാലിന് ഒരു പ്രശ്നമില്ല. കണ്ട നടത്തെല്ലാം കണ്ട
അങ്ങനെയാണ് അനുവിൻ്റെ അതിൻ്റെയും കാര്യം. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല, ഒന്നിനും സഹകരിക്കൂല. അന്നേരം ഞാൻ എന്തുകൊണ്ട് എടുക്കും, അജയേട്ടനെ ഏൽപ്പിക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് പോകും. അന്നേരം അവർ മൂന്നാളും എവിടെയെങ്കിലും വട്ടം തിരിഞ്ഞിരുന്നു അവിടെ എവിടെയെങ്കിലും ഇരിക്കുക എന്തെങ്കിലും ചെയ്തോട്ട് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പം അവർ നല്ല ഹാപ്പിയാണ്. എന്നിട്ട് എങ്ങനെ പിന്നെ അവിടുന്ന് അത് മാത്രമല്ല, ഞാൻ അന്നേരം തൊട്ടടുത്ത് തന്നെ ആറാമ്പി ഉണ്ടായി. ഞാൻ ആറാമ്പിയിൽ കയറുന്ന സമയത്ത് ഇവർ മൂന്നുപേരും കൂടിയിട്ട് ക്യാരി ഫോറിൽ കയറി. എന്നിട്ട് അവിടുന്ന് കേക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതെവിടെയോ കീശയിലോ എവിടെയോ ഇട്ടിട്ടുണ്ട് കേട്ടാ. എവിടെയോ ഇട്ടിട്ടുണ്ട് കീശയിലോ മറ്റോ. അന്നേരം ഒരു ചെറിയ കുഞ്ഞു കേക്ക് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ സന്തോഷം കൂടിയായി. പിന്നെ മുകളിൽ കണ്ട കുറേ നക്ഷത്രം കണക്കെല്ലാം കാണുന്നു. നല്ല രസമാണ് കേട്ടോ. പക്ഷെ നല്ല തിരക്കും ഉണ്ടായിന്. പിന്നെ വേണ്ട, ഇപ്പൊ കാലുവേദനയും ഇല്ല, അവൾക്ക് ഒരു പ്രശ്നവും. അങ്ങനെ പിന്നെ നേരെ അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങി. പിന്നീലൊരു കാര്യം എന്താ അറിയാം, ഈ പാർക്ക് ചെയ്ത ഉടനെ ഞാനൊരു, കാരണം വലിയ പാർക്കിംഗ് എല്ലാം ആകുമ്പോൾ നമുക്ക് എക്സാക്ട് പോയിന്റ് ഇടാൻ അറിയില്ലല്ലോ. അന്നേരം നമ്മൾ ആടെ മീൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആടെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കലുണ്ടേ. ഇപ്രാവശ്യം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് എവിടെയാ പാർക്ക് ചെയ്ത്, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ വലിയ ടെൻഷനാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലും ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നൊരു ഏതാ പാർക്കിങ് ഏത് സൈഡിലാണ് ഇല്ലെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കും. നമ്പേഴ്സ് എല്ലാം ആ പില്ലറിന്റെ നമ്പറിൽ ഫോട്ടോ എടുത്ത് നോക്കും. പക്ഷെ അജയേട്ടൻ അങ്ങനത്തെ ഒരു മീൻസ് ചിലപ്പോൾ എടുത്ത് വെക്കുന്നതല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അജയേട്ടന് ഓർമ്മയില്ല. ഞാൻ എടുത്ത് വെക്കുന്നതല്ലാണ്ട് അജയേട്ടൻ അങ്ങനെ മൂപ്പർക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യില്ല. അയ്യോ ഇവിടെ വെച്ചു എന്നില്ല, അങ്ങനത്തെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ അത് എവിടെ പോയി എങ്ങനെ കിട്ടും, ഞാൻ അതിന്റെ കോൺസിക്വൻസ് ആലോചിക്കല്. കാറ് കാണാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ അവസാനം വണ്ടി കയറി അനുവാദം തുടങ്ങിയിട്ടാ കേക്ക് അങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടാ, മിക്സ് ചെയ്തിട്ടിട്ടതാണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അങ്ങനെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിന്റെ അടുത്തുള്ള പള്ളിയാണ്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടാ. ഓക്കെ, എന്നാല് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.